ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി കമ്പ് കഞ്ഞി. ഇംഗ്ലീഷിൽ പേൾ മില്ലറ്റ് പറയും, ഹിന്ദിയിൽ ബാജ്ര പറയും. തമിഴ്നാട്ടിലെ പാരമ്പര്യ കർഷകരുടെ പ്രധാന ഭക്ഷണമായ കമ്പ് മോർക്കഞ്ഞിയിൽ ഒരുപാട് വിറ്റമിനുകളും നാരുകളും അടങ്ങിയിട്ടുണ്ട്. നാട്ടിലായാലും ശരി പുറത്തായാലും ശരി നല്ല പൊരി വെയിലത്ത് പണിയെടുക്കുന്നവർക്ക് ഇത് അമൃത് തന്നെയാണ്. കാരണം ശരീരത്തിനെ ഇത്രമേൽ തണുപ്പിക്കുന്ന ഒരു ആഹാരം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. കൂടാതെ രോഗപ്രതിരോധ ശേഷി കുറവ്, രക്തക്കുറവ്, രക്തോട്ടക്കുറവ്, ഷുഗർ, BP, കൊളസ്ട്രോൾ, അമിതവണ്ണം, ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ, വയറു സംബന്ധമായ പ്രശ്നങ്ങൾ, അതായത് വിശപ്പില്ലായ്മ, ദഹനക്കുറവ്, മലബന്ധം, പൈൽസ്, വയറിലും വായിലും വരുന്ന അൾസറുകൾ തുടങ്ങി ഒട്ടേറെ അസുഖങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കഞ്ഞിയാണിത്. നമുക്ക് ഉച്ചഭക്ഷണമായോ രാത്രി ഭക്ഷണമായോ എപ്പോൾ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. എൻ്റെ തലമുറയ്ക്ക് തൊട്ട് മുമ്പുള്ള ഒരു തലമുറ BP, ഷുഗർ, കൊളസ്ട്രോളിനെ കാശുള്ളവരുടെ അസുഖമായിട്ടാണ് കണ്ടിരുന്നത്. സുഖമാണെന്ന് ചെറിയൊരു ചോദ്യാന്വേഷണം മതി അസുഖങ്ങളുടെ വലിയ ലിസ്റ്റിനെ നമ്മുടെ മുമ്പിലേക്ക് ഇടും. ഷുഗറുണ്ട്, BP ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഇരുന്നാൽ എണീക്കാൻ വയ്യ, എണീറ്റാൽ നടക്കാൻ വയ്യ, 5-6 നിറത്തിലുള്ള ഗുളികകളുണ്ട്. ഗുളികകളൊക്കെ കഴിച്ചാൽ മതി, ഭക്ഷണമൊന്നും കഴിക്കണമെന്നില്ല. അത് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയും. ഇതേ കൂട്ടർ തന്നെ കുറേ കാലം തുടർച്ചയായി മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ പറയാറുണ്ട്, മരുന്ന് കഴിച്ച് മടുത്തു, ഉറക്കമില്ല, വിശപ്പില്ല, വയറ്റിന്ന് പോകുന്നില്ല, മൂത്രം തെരുതെരെ പോവാണ്, ബാത്റൂം പോകാനുള്ള സമയം കിട്ടുന്നില്ല, ഭക്ഷണത്തിനോട് താല്പര്യം തോന്നില്ല, എന്ത് കഴിച്ചാലും വായിനൊരു അരുചിയാണ്. ഈ പറയുന്നവർ കഴിക്കുന്നതാവട്ടെ ഉപ്പിലിട്ടതോ അച്ചാറോ ഒക്കെ ആയിരിക്കും. ഇത് അവരുടെ രോഗത്തെ കൂടുതൽ വഷളാക്കുകയുള്ളൂ. പിന്നെ ഒരു കൂട്ടരുണ്ട്, അവർ പറയുന്നത് ഈ പ്രായത്തിൽ കഴിക്കാതെ പിന്നെ ഏത് പ്രായത്തിൽ കഴിക്കാനാണ് എന്നാണ്. ഏത് പ്രായത്തിലും എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരം എങ്ങനെ എടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇന്നത്തെ കാലത്ത് BP, ഷുഗർ, കൊളസ്ട്രോളിനെ കാശുകാരുടെ അസുഖമാണെന്നോ അല്ലെങ്കിൽ പ്രായമായവരുടെ അസുഖമാണെന്നോ പാരമ്പര്യ രോഗമാണെന്നോ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം ഏത് പ്രായക്കാർക്ക് ഏത് സമയത്തും വരാവുന്ന അസുഖങ്ങളായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഭക്ഷണ രീതികൾ തന്നെയാണ്. നാവിൻ്റെ രുചി മാത്രം നോക്കാതെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ BP, ഷുഗർ, കൊളസ്ട്രോൾ വരാതിരിക്കാനോ വന്നവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ വരുതിയിലാക്കാനും കഴിയും. ചെറുധാന്യങ്ങളെ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, സ്ഥിരമായി വ്യായാമത്തിനായി കുറച്ച് സമയം മാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യകരമായ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റും. ഞാൻ ഷുഗറുള്ളൊരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഷുഗറില്ല. അതുപോലെ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു അണ്ണ എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു. അവരുടെ അത്തയും അമ്മയും ഷുഗർ, BP, കൊളസ്ട്രോൾ പറഞ്ഞ ഒരുപാട് അസുഖങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണ്. എൻ്റെ അണ്ണന് 63 വയസ്സായി. ഇതുവരെ BP, ഷുഗറൊന്നും അടുത്തുപോലും വന്നിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം അവരുടെ ഭക്ഷണ രീതി തന്നെയാണ്. അവർ ഒരുപാട് വർഷമായി ഉച്ചയ്ക്ക് കമ്പ് കഞ്ഞി ഇല്ലെങ്കിൽ റാഗി കഞ്ഞിയാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ രാവിലെ കുറച്ച് സമയം വ്യായാമത്തിനായി മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഡയറ്റ് ഇത് കേട്ടപ്പോഴാണ് എനിക്ക് ഇതുപോലെ വീഡിയോ ചെയ്യാനും നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ള ഒരു തോന്നലുണ്ടായി. അപ്പം നമുക്ക് കമ്പ് കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പം നമ്മുടെ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കമ്പ് എടുത്തിട്ടുണ്ട്. അരക്കപ്പ എടുത്തത് ഇതുണ്ട്, ഇതുപോലെ ഇരിക്കും കമ്പ്. നമുക്ക് 2-3 പ്രാവശ്യം കഴുകിയെടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, പൈപ്പിൻ്റെ താഴെ വെച്ചെടുത്താണ്. ഇനി നമുക്കിതിനൊന്ന് കുതിരാൻ വെക്കണം. ഇപ്പോൾ കമ്പ് അതുപോലെ തന്നെ ചെറുധാന്യങ്ങൾ കുതിരാൻ വെക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ തലേന്ന് തന്നെ കുതിരാൻ വെക്കാം, അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റതും കുതിരാൻ വെക്കാം. ഒരു 4-5 മണിക്കൂർ കുതിരാൻ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ സമയം ഒരു 11:30 മണിയായി. ഇപ്പോഴാണ് ഇത് കുതിരാൻ വെക്കുന്നത്. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമുക്കിത് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ കമ്പ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിൽ തന്നെ വേവിച്ചെടുക്കണം. ഒരു 3-4 വിസിൽ വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇത് ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് ആക്കിയത്
പക്ഷേ ഇത് കുതിർന്ന് കിട്ടട്ടെ പറഞ്ഞിട്ട് ഇപ്പോൾ വൈകുന്നേരമായി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് രാത്രി ഭക്ഷണമായിട്ട് എടുക്കാൻ വിചാരിച്ചിട്ടാണ് ഈ സമയത്ത് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും സമയം ഇത് നമുക്ക് നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടുമല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ചധികം സമയം തന്നെ വേവിക്കേണ്ടി വന്നു. ഒരു പ്രാവശ്യം വേവിച്ച് നോക്കി, പക്ഷെ വെന്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് വേവിക്കുന്നത്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കുഴപ്പമില്ലാതെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഞ്ഞി വെക്കുമ്പോൾ തലേന്ന് തന്നെ വെള്ളത്തിലിടണം കേട്ടോ, എന്നാലേ ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചൂടാറാൻ വെക്കാം.